ഏറെ സമാരാധനായ ഈ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ വാർഷിക പരിപാടികളുടെ അധ്യക്ഷൻ ശാഖയുടെ ഏറെ പ്രിയങ്കരനായ പ്രസിഡന്റ് രാജചേട്ടൻ അവർ നല്ല വാക്കുകളിൽ സ്വാഗതം ആശംസിച്ച ശാഖയുടെ ഏറെ സമാരാധനായ സെക്രട്ടറി രവിചേട്ടൻ, കേരളത്തിലെ അങ്ങോളം ഗുരുദേവനെ കുറിച്ച് പ്രസംഗകലയിലൂടെ ലോകം മുഴുവൻ എത്തിക്കാൻ ശ്രമിക്കുന്ന പ്രകാശൻ തുണ്ടത്തുങ്കടവർകൾ, വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ ശാഖാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറെ ബഹുമാനരായ ഭക്തജനങ്ങളെ, ശ്രീനാരായണീയരെ, സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇതിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങിന് എത്തിയതും ആ സമയത്ത് ഒരു മഴയൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെ തറക്കല്ല് ഇന്ന് ഞാൻ അവിടെ നിന്ന് കാറിൽ നിന്ന് വരുമ്പോൾ അതിന് മനോഹരമായ ആ ലൈറ്റൊക്കെ തൂക്കിയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്താന്നില്ലാത്തൊരു ആവേശമോ അല്ലെങ്കിൽ ഒരു ഉന്മേഷവും തോന്നി. കാരണം ഗുരുദേവ ക്ഷേത്രങ്ങൾ വരികയും അതിനെ ഭക്തിയോടെ ജനങ്ങൾ എത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടമാണ് നമ്മളൊക്കെ സ്വപ്നം കണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും ഞാനിതൊന്ന് പറഞ്ഞു പോകുന്നത്, ഇവിടെ എല്ലാവരും ഇരിക്കുന്നവരൊക്കെ ഗുരുദേവ ഭക്തരായിരിക്കും, അല്ലാത്തവരാരും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ പറവൂർ SNDP യൂണിയന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് 12 വർഷക്കാലം നിങ്ങളുടെ അടുത്തോട്ട് കടന്നു വന്നതെങ്കിൽ ഇപ്പോ ഗുരുദേവ നിയോഗത്താൽ പറവൂർ SNDP യൂണിയന്റെ സെക്രട്ടറി എന്ന അധിക ചുമതല വഹിച്ചുകൊണ്ടാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. അത് ഞാനൊരു ഗുരുദേവ നിയോഗമായിട്ട് കരുതുന്നു. ഗുരു അങ്ങനെ ഒന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു, അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറവൂർ SNDP യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് കടന്നു വന്നപ്പോൾ ഞാൻ നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റിനോട് പറഞ്ഞത്, എനിക്കങ്ങ് ആ ചാർജ് കൈമാറുന്നത് പറവൂർ SNDP യൂണിയന്റെ അകത്തിരിക്കുന്ന ആ ഗുരുദേവ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് അവിടെ ഒരു തിരി തെളിയിച്ച് വെച്ചുകൊണ്ട് അതിന് മുന്നിൽ വെച്ചായിരിക്കണം എനിക്ക് ചാർജ് കൈമാറേണ്ടത് എന്നത്. അദ്ദേഹം അത് കൃത്യമായിട്ട് ആ ഗുരുവിനെ തുടച്ചു മിനുക്കി അതിനു മുന്നിൽ ഒരു വിളക്ക് വെച്ചുകൊണ്ട് അതിനു മുന്നിൽ വെച്ചാണ് എൻ്റെ കൈകളിലോട്ട് ആ ചാർജ് കൈമാറിയത്. ചാർജ് കയ്യിൽ ഏറ്റെടുത്ത് ഞാൻ ആദ്യം ചെയ്തത് അവിടെയുള്ള സ്റ്റാഫുകളെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഇനി ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന സമയം മുഴുവൻ ആ ഗുരുദേവന് മുന്നിൽ ആ വിളക്കിങ്ങനെ കിടാതെ കാത്തു സൂക്ഷിക്കണം. അതിങ്ങനെ വെളിച്ചമായി ചൈതന്യമായി അങ്ങനെ കത്തി നിൽക്കണം എന്നൊരു ഉത്തരവാണ് ആദ്യം കൊടുത്തത്. എന്തായാലും അത് കൃത്യമായി ഇപ്പൊ പാലിച്ചു പോകുന്നുണ്ട്. ഞാനത് പറയാനുണ്ടായ സാഹചര്യം, ഞാൻ എൻ്റെ വീട്ടിലെ പൂജാമുറിയിലെ ഗുരുദേവന്റെ മുന്നിലെ വിളക്ക് വെച്ച് 2 കൈയും കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട് ആ ഗുരു എന്നോടൊപ്പം വെളിച്ചമായി, എന്നോടൊപ്പം കരുത്തായി, കരകരുതായി, കൈത്താങ്ങായി എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ തീർച്ചയായും ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിലൊക്കെയും ആ ഗുരുവിന്റെ ഈശ്വരീയത നിറഞ്ഞു നിൽക്കണം എന്ന എൻ്റെ അതിയായ ആഗ്രഹമാണ് അവിടെ സഫലമായത്. തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ ഈശ്വരീയത നിറഞ്ഞു നിൽക്കുന്ന, ഗുരു ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ ഗുരുവിന്റെ ഈശ്വരീയത നിറഞ്ഞു നിൽക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നു. അതിന്റെ ഫലമാണ് ഇവിടെയുള്ള നല്ല നാട്ടുകാരെ, അല്ലെങ്കിൽ ഇവരെ നല്ല ഭക്തരായവരെ ഈ ക്ഷേത്രമുറ്റത്തും ആ ഗുരു അങ്ങനെ തേജോമയമായിട്ട് വിളങ്ങണം എന്ന് തീരുമാനിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമ്മളിങ്ങനെ ഒത്തുകൂടാനും ഇങ്ങനെ ഇത്രയും നല്ല മനോഹരമായ ഒരു ക്ഷേത്രം ആലിന്റെ അടിയിലായിട്ട് അങ്ങനെ മനോഹരമായ ഒരു ക്ഷേത്രം പണിയാനൊക്കെ സാധിച്ചത്. അതൊക്കെ നമ്മുടെ എത്ര പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇതൊന്നും സാധിക്കില്ല. ഞാൻ ഒരു വലിയ തന്ത്രിയോടൊപ്പം ഞാൻ ഒരു യാത്ര പോയപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിവഗിരിയെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്,
നമുക്കൊരു മഹാക്ഷേത്രം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അവിടെ ഒരു ദൈവചൈതന്യം ഉണ്ടാവുകയും അവിടെ കുറച്ച് സമ്പത്തുള്ള ആൾക്കാരും കുറെ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു മഹാക്ഷേത്രം പടുത്തുയർത്താൻ പറ്റും. അപ്പോ ശിവഗിരിയിൽ ഒരു മഹാസമാധി ഉയർന്നത്, അവിടെ മറ്റൊരു മഹാസമാധി ഉണ്ടാവില്ല അല്ലെ? ഗുരുവിന് ഒരു മഹാസമാധി ഉണ്ടാവുള്ളൂ. ആ ഗുരുവിന്റെ ചൈതന്യത്തെ അപ്പാടെ തന്നെയാണ് നമ്മളിവിടെ ആദരിക്കുന്നത്. ആ ഗുരു എപ്പോഴും നമ്മോടൊപ്പം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് ഇങ്ങനെ വളരെ പ്രാർത്ഥനയോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ആ ഗുരുവിന്റെ ഈശ്വരീയതയിലൂന്നിയ ജീവിതം നയിച്ചാൽ എങ്ങും തളർച്ചയുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു ഫലമാണ് അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അങ്ങനെ ഗുരുവിലെ വിശ്വസിച്ച് ജീവിച്ചത്. ഇവിടെ ഇരിക്കുന്ന ചേച്ചിക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും ആലുവ ദ്വൈതാശ്രമത്തിലൊക്കെ പോയി അവിടെ അതിനോടൊപ്പം സേവ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം അതിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. എന്നോട് പലരും ചോദിക്കും, ഈ തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിൽ ഇതിനൊക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തുക എന്നായിരിക്കും. ഞാൻ എൻ്റെ ആ ബിസിനസ്സിന് കൊടുക്കുന്ന സമയം കുറച്ച് ആ ഗുരുവിന്റെ ഈശ്വരീയതയെ കുറിച്ച് പറയാൻ എടുക്കുകയോ അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്താൽ തിരിച്ച് ഞാൻ എൻ്റെ സ്ഥാപനത്തിലെത്തുമ്പോൾ അതിന്റെ ഇരട്ടി എനിക്ക് ഗുരു അവിടെ കരുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതുവരെ എനിക്ക് അങ്ങനെ നടന്നിട്ടുണ്ട്. എന്തായാലും പറവൂർ SNDP യൂണിയന്റെ ഞാനിവിടെ കടന്നു വരുമ്പോൾ ഇവിടെ എനിക്ക് വലിയ സുഹൃത്തുവലയുള്ള സ്ഥലമാണ്. പറവൂർ SNDP യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുന്നതിന് വേണ്ടി SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവർക്കടെ എന്നെ കണിച്ചുകുളങ്ങരയിലോട്ട് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം എൻ്റെ ചെവിയിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൂടി ഞാനൊന്ന് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, SNDP എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് കേട്ടോ, എത്ര ശാഖകളുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 72 ശാഖകളുണ്ട് സാർ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ അടുത്തോട്ട് കടന്നു വരുന്ന 72 ശാഖയിലെയും കുടുംബാംഗങ്ങളെ ഒന്ന് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം താങ്കൾക്ക് എന്ന് പറഞ്ഞു. കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നോട്. അതിനുശേഷം അദ്ദേഹം അതൊന്ന് നിർത്തിയിട്ട് പറഞ്ഞത്, 72 ശാഖയിൽ നിന്ന് കടന്നു വരുന്ന ശാഖയുടെ ഭാരവാഹികള്, കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികള്, കുടുംബാംഗങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവരെ പരാതികൾ പറയാൻ വരും, പരിഭവങ്ങൾ പറയാൻ വരും, സങ്കടങ്ങൾ പറയാൻ വരും. അവരെ ഒന്നിങ്ങനെ ചേർത്ത് നിർത്താനുള്ള മനസ്സുണ്ടാവണം എന്ന് കൂടി പറഞ്ഞു. കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഒരു താക്കീത് എന്നോണം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു മനസ്സ് താങ്കൾക്കുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ സെക്രട്ടറി ആയി എന്നുള്ളത് കൊണ്ട് ആ മനസ്സ് നഷ്ടപ്പെടുത്തിക്കൂടാ എന്നുകൂടി ഒരു താക്കീത് എന്നോണം പറഞ്ഞു. അതിൽ അദ്ദേഹത്തിന്റെ മുൻ അനുഭവങ്ങൾ എന്തെങ്കിലും വെച്ചായിരിക്കാം, അതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അങ്ങനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞ ആ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് പറവൂർ SNDP യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഗുരുവിന് മുന്നിൽ ആണയിട്ട് പറഞ്ഞത്, ഗുരുദേവ ദർശനത്തിലൂന്നിയ SNDP യോഗത്തിന്റെ ബൈലോക്ക് അധിഷ്ഠിതമായ സത്യസന്ധമായ പ്രവർത്തനം നടത്തും എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിവിടെയും കൂടി ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അങ്ങനെ ആ പറവൂർ SNDP യൂണിയന്റെ സെക്രട്ടറി ആയിട്ട് കടന്നു വരുമ്പോൾ ഞാനതൊക്കെ ഒരു ഗുരുദേവ നിയോഗമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കടന്നു വന്ന് 4-ാം ദിവസം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി തിരിച്ചു പിടിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, എല്ലാ വർഷവും ദർശനോത്സവം നടത്താറില്ലേ? അപ്പോൾ ആ ദർശനോത്സവം ഈ വർഷവും നടത്തണം. 4-ാം ദിവസം ആ അസൈൻമെന്റിന്റെ അടുത്തോട്ട് കടന്നു വരിക. അപ്പോൾ കാലിയായ ഖജനാവില് ഇത്രയും വലിയ 10-20 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ദർശനോത്സവം നടത്തുക സാധ്യമായ കാര്യമാണ് എന്നുള്ളൊരു ആശങ്ക ഞാൻ ജനറൽ സെക്രട്ടറിയോട് പങ്കുവച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നീ അതുമായി മുന്നോട്ട് പോകുക, നിന്നോടൊപ്പം ഗുരുവിന്റെ ഈശ്വരീയത ഉണ്ടാവും, അതിനോടൊപ്പം നീ 12 വർഷക്കാലം കൊണ്ട് സൃഷ്ടിച്ച നല്ല സൗബന്ധങ്ങളും നല്ല ശാഖാ കുടുംബാംഗങ്ങളും ഉണ്ടാവും. അത് വൻ വിജയത്തിലെത്തി. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അടുക്കലോട്ട് എത്തുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നുണ്ട്. കാരണം അതുമായി കാലിയായ ഖജനാവിലോട്ട് കടന്നു വന്ന 92,000 രൂപയും ഒരു മിനിസ് ബുക്കുമാണ്
ഞാൻ ചാർജ് എടുക്കുമ്പോൾ എൻ്റെ കൈകളിലോട്ട് വെച്ചു തന്നതെങ്കിൽ ഇന്ന് ഏതാണ്ട് ആ ദർശനോത്സവത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവിടെ നമ്മുടെ യൂണിയൻ സ്റ്റാഫ് വിളിച്ച് രവിച്ചേട്ടനോട് ചോദിച്ച് ഇവിടെ കൂപ്പൺ വിറ്റ പൈസയൊക്കെ ആയിട്ടുണ്ടോ രവിച്ചേട്ടാ, ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് തരാം. കാരണം എന്ന് വെച്ചാൽ അവിടെ ചില ആൾക്കാർക്ക് അഡ്വാൻസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് എന്നാണ് രവിച്ചേട്ടനോട് അങ്ങനെ ചോദിച്ചത്. പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന രീതിയിൽ ശാഖയുടെ പ്രവർത്തകർ വളരെ ആവേശത്തോടു കൂടി അത് ഏറ്റെടുത്തുകൊണ്ട് അതിന് വൻ വിജയമാക്കുന്നതിന് വേണ്ടി, അത് ഷൈജുവിനെ കണ്ടിട്ടല്ല കേട്ടോ, അത് ആ പോസ്റ്റിലോട്ട് ആര് കടന്നു വന്നാലും കാര്യം കുഴപ്പമില്ല. അത് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനോത്സവമാണ് നടക്കാൻ പോകുന്നത്, അല്ലെ? ശ്രീനാരായണ ഗുരു ദർശനോത്സവമാണ് നടക്കാൻ പോകുന്നത്. ആ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനോത്സവം വിജയിപ്പിക്കേണ്ടത് പറവൂർ SNDP യൂണിയന്റെ ഓരോ കുടുംബാംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് കണ്ടുകൊണ്ട് അവരൊക്കെ മനസ്സിൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് സന്തോഷത്തിന് കാരണം. അപ്പോ എന്നെ പറവൂർ SNDP യൂണിയനെ കൗൺസിൽ ഏൽപ്പിച്ചിരിക്കുന്നത് 72 ശാഖയിലും പോയി എല്ലാ കുടുംബാംഗങ്ങളെയും ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത്. അപ്പൊ ഞാൻ ഇവിടേക്ക് കടന്നു വന്നതും ഇവിടെ ഈ ഗുരുമണ്ഡലത്തിന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്യാൻ വന്നതൊക്കെ അതിനോടൊപ്പം എന്റെ മനസ്സിലുള്ളത് ഇവിടെ കൂടുന്നവരെ മുഴുവൻ പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ 18, 19 തീയതികളിൽ പറവൂർ SNDP യൂണിയന്റെ ഓഫീസിനോട് ചേർന്ന ആ ഗ്രൗണ്ടിൽ നടക്കുന്ന, അവിടെ വലിയ സംവിധാനമൊക്കെ ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ആ ഗ്രൗണ്ടിൽ നടക്കുന്ന ദർശനോത്സവത്തിലോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അവിടേക്ക് ക്ഷണിക്കുമ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ആരെയും അതിന്റെ കാഴ്ചക്കാരായിട്ടല്ല ഞാൻ ക്ഷണിക്കുന്നത്, അതിന്റെ സംഘാടകരായിട്ട്, അതിന്റെ പ്രവർത്തകരായിട്ട്, അതിന്റെ കൂട്ടമായിട്ട് നമുക്ക് അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് എല്ലാവരെയും ക്ഷണിക്കുന്നത്. അവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും അവിടെ കടന്നു വരുന്ന മുഴുവൻ കുടുംബാംഗങ്ങളും അതിന്റെ സംഘാടകരാണ്. അത് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് അങ്ങോട്ട് കടന്നു വരാൻ. എല്ലാവരും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും അതിന്റെ സംഘാടകരായി ക്ഷണിച്ചുകൊണ്ട് അതിലോട്ട് കടന്നു വരുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ദർശനോത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം എല്ലാ വർഷവും ഒരു പൂജ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കും അതിന്റെ പൂജ. പക്ഷെ അദ്ദേഹവും ഇത്രയും വലിയ പ്രോഗ്രാം അറിയാലോ, നമ്മൾ വിവിധ സമയങ്ങളിലായിട്ട് ഏതാണ്ട് ഒരു 12,000, 11,000 പേരാണ് നമ്മൾ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. 15,000 പേരിങ്ങനെ കയറി, 2,500 പേരിങ്ങനെ മാറി വന്ന് ഒരു 15,000 പേരോളം നമ്മുടെ ആ ഗ്രൗണ്ടിലോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കും. അതിലൊരു പൂജാരി നിന്ന് പൂജ ചെയ്താലൊന്നും, ഇത്രയും പൂജകൾ എഴുതിയാലൊന്നും അതൊന്നും വായിക്കാൻ പോലും ചെയ്യാൻ കഴിയില്ല. ഇപ്രാവശ്യം അതിന്റെ മുന്നോടിയായിട്ട് ഈ ദർശനോത്സവം ഡിക്ലെയർ ചെയ്തപ്പോ ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ SNDP യൂണിയന്റെ കീഴിലുള്ള വൈദിക യോഗത്തിന്റെ കുടുംബാംഗങ്ങളെ, അവരുടെ പ്രവർത്തകരെ വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തി ഇതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചാൽ തെക്കോട്ട് ഇരുത്തണമെന്ന് എനിക്കറിയില്ല. എന്നോട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തന്നോളാം ചേട്ടാ. ശരി. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളൊരു 5 or 6 ശാന്തിമാരെ നിത്യസമയം, മുഴുവൻ സമയം, അതായത് രാവിലെ 5:40 ശിവഗിരി കുന്നിൽ നടക്കുന്ന പൂജകള് അപ്പാടെ അനുവർത്തിച്ചുകൊണ്ട് വൈകിട്ട് ആ സമർപ്പണം ചൊല്ലുന്നത് വരെയുള്ള പൂജകൾ നടത്താൻ ഞങ്ങൾ 5 or 6 ശാന്തിമാരെ നിത്യവും മാറി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ നെഞ്ചിൽ പേടിച്ചു. കാരണം എന്ന് വെച്ചാൽ ആദ്യം ഒരു ശാന്തിക്കാരൻ വന്നാൽ തന്നെ അവർക്കുള്ള ദക്ഷിണ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ്, അപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞില്ല, തുറന്നൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത മീറ്റിങ്ങിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ചേട്ടൻ പേടിക്കൊന്നും വേണ്ട, അവിടെ പൂജ ചെയ്യുന്നതിനും അതിന് പൂജാദ്രവ്യങ്ങളും ഒക്കെ ഞങ്ങൾ സ്വന്തമായി കൊണ്ടത് ഞങ്ങളുടെ വകയായിട്ടാണ് ഇത് നടത്തുന്നത്. അത് ഞങ്ങളാണ് നടത്തുന്നത് ആ പൂജാതി കർമ്മം. അപ്പൊ അവരുടേതും കൂടി ആക്കിയെടുത്ത്, അതല്ലേ അവരുടേതും. അങ്ങനെ അവിടേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടേതും ആയിരിക്കും ആ ദർശനോത്സവം. അതിനോടൊപ്പം തന്നെ അപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഈ പാവങ്ങൾ 50 രൂപയൊക്കെ കൊടുത്ത് ഒരു ഗണപതി ഹോമമൊക്കെ എഴുതും, അല്ലെ? അവരുടെ മനസ്സിലുണ്ടാവണം ഓ എന്റെ പേരിലും കഴിക്കും എന്നാണ്, അല്ലെ? 50 രൂപയൊക്കെ കൊടുത്ത് എഴുതും, അല്ലെങ്കിൽ ഗുരുപൂജയൊക്കെ 50 രൂപയൊക്കെ കൊടുത്ത്. ഇവിടെ എന്താണ് എല്ലാ നാളും കൂടി ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ അടിയായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അത് പാടില്ല. അവിടെ എത്ര പേരുണ്ടോ, എത്രായിരം പേര് പൂജ എഴുതിയിട്ടുണ്ടോ, ആ റെസീപ്റ്റ് മുഴുവൻ വായിച്ചും അതിന്റെ പൂജകൾ നടത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു അതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അവിടേക്ക് കടന്നു വരുന്ന ഈ പൂജ എഴുതിയ മുഴുവൻ ആൾക്കാർക്കും നിങ്ങൾ നേരിട്ട് പ്രസാദം കൊടുക്കണമെന്ന് അതിനും അവരേറ്റു.
എന്തായാലും അതൊക്കെ വളരെ സന്തോഷകരമായിരിക്കും. അല്ലെങ്കിൽ അതിനൊപ്പം ഒരു ഭക്തിയുടെ നിറവുണ്ടാവും എന്ന്. അതിനൊപ്പം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ദർശനോത്സവത്തിൽ ആരായിരിക്കണം പ്രഭാഷണങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത്. അപ്പൊ പ്രകാശനെ പോലെ വളരെ മിടുക്കരായവരെ വിളിച്ച് അഡ്വൈസ് ചോദിച്ചു ആരൊക്കെയാണ് അതിൽ പങ്കെടുപ്പിക്കേണ്ടത്. അപ്പോ ആദ്യം കടന്നു വന്ന പേര് അല്ലെങ്കിൽ ആദ്യം ഏൽപ്പിച്ച പേര് PMA സലാം മുസ്ലിയാർ എന്ന് പറയുന്നതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് മുസ്ലിയാരെ വിളിച്ചാണ് ആദ്യം ദർശനോത്സവത്തിൽ പങ്കെടുപ്പിക്കണേ എന്ന് വിചാരിക്കും അല്ലെ. അദ്ദേഹം നിങ്ങൾ കണ്ടുള്ള ഗുരുപദം TV എന്ന് പറയുന്ന TV-യിലൂടെ ഗുരുദേവനെ കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കുന്ന ആളാണ്. അത് വളരെ എനിക്ക് തോന്നുന്നത് ഗുരുപദം TV-യിൽ ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിൽ പ്രഭാഷണം നടത്തുന്ന ആളാണ് PMA സലാം മുസ്ലിയാർ. മണ്ണാറുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്തായാലും നിങ്ങൾ കേട്ടിരിക്കണം. അടുത്ത പേര് എന്തായിരിക്കണം എന്ന് ചോദിച്ചപ്പോ ചിറമേലച്ഛൻ വേണമെന്ന് പറയുന്നത്. അപ്പൊ ചിറമേലച്ഛന്റെ ഫോൺ നമ്പർ ഇല്ല. അപ്പൊ ചിറമേലച്ഛനാണെങ്കിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാരാന്ന് വെച്ചാൽ ചിറമേലച്ഛനാണ്. അപ്പോ ചിറമേലച്ഛൻ എന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നമ്പറൊക്കെ തപ്പിയെടുത്ത് ചിറമേലച്ഛൻ പറഞ്ഞു എനിക്ക് എത്താൻ കഴിയില്ല, ഞാൻ വിദേശത്ത്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിക്കാൻ പുള്ളിക്ക് നോട്ടീസൊക്കെ ഇട്ട് കൊടുത്ത്. കഴിഞ്ഞ ദിവസം കേൾക്കുന്നു അദ്ദേഹം വളരെ അവശതയായിട്ട് ICU-ലൊക്കെ പ്രവേശിപ്പിച്ചു. ഞാൻ പേടിച്ചു, അയ്യോ വളരെ കുഴപ്പമായി. ഇന്നലെ അദ്ദേഹം വിളിച്ചു, ഞാൻ ICU-ലൊക്കെ വളരെ ഊർജ്ജസ്വലമായി പുറത്തു നിന്നു. എന്തായാലും ഗുരുദേവന്റെ ആ പ്രഭാഷണം നടത്താൻ ഞാൻ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പൊ പ്രത്യേകിച്ച് അതിനൊക്കെ പങ്കെടുക്കാൻ, അതിനൊക്കെ കേൾക്കാൻ ഒരുപാട് പേര് കടന്നു വരും. അത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിയാം, പിറ്റേ ദിവസം നടക്കുന്ന പരിപാടിയിൽ പ്രഭാഷണം നടത്തുന്നത് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി ഗുരുവിനെ കുറിച്ച് സംസാരിക്കുന്ന ബിജു പുളിക്കനേത്ത അവർകളാണ്. അങ്ങനെ ഈ എവിടെ കിട്ടാവുന്ന പ്രഗത്ഭരായ ആൾക്കാരെ നോക്കിക്കൊണ്ടാണ് ആ ദർശനോത്സവ വേദിയിലോട്ട് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ആ പ്രോഗ്രാമിലോട്ടൊക്കെ നമ്മള് ഇവിടെ ഇരിക്കുന്നവർ മാത്രം വന്നാൽ മതിയോ? അല്ല, ഇവിടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളും ഇവിടെ ഇരിക്കുന്നവരും കുടുംബാംഗങ്ങളും കുഞ്ഞുമക്കളെ ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ കുഞ്ഞുമക്കളെ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രോഗ്രാം ഒന്ന് കേൾപ്പിക്കാനോ ആ പ്രഭാഷണ പരമ്പരകളൊക്കെ ഒന്ന് കേൾപ്പിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. വളരെ സന്തോഷത്തോടു കൂടി ആ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അവിടുത്തെ ഗുരുവിന്റെ പ്രസാദമൊക്കെ കഴിച്ചിട്ട് വേണം നിങ്ങൾ എല്ലാവരും പോരാൻ. കാരണം അത് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും. ഞാനത് പറയേണ്ടതില്ല, വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ദർശനോത്സവത്തിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ ആ ദർശനോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് അത് വൻ വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നടത്തണം. അതിലോട്ട് ക്ഷണിക്കുക കൂടി ചെയ്യണം. അതിന് വളരെ സന്തോഷം ഇവിടെ ഇങ്ങനെ വരാൻ സാധിച്ചത്, ഇങ്ങനെ രണ്ടു വാക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ സാധിച്ചത്. വലിയ സൗഹൃദമുള്ള നാടാണ് എനിക്കിവിടെ. പ്രത്യേകിച്ച് രവിചേട്ടനൊക്കെ എൻ്റെ വളരെ സുഹൃത്ത്. എനിക്ക് എന്നെ പ്രായമുള്ള ഇന്ന് എന്നെ എപ്പോഴൊക്കെ രവിചേട്ടൻ ചേട്ടാന്ന് വിളിക്കും. എനിക്ക് എൻ്റെ ഒരു സംശയം, ഞാനാണോ മുതൽ രവിചേട്ടനാണോ മുതൽ എന്നുള്ള എനിക്ക് തന്നെ സംശയം. ആ ചേട്ടാ എന്ന് വിളിക്കുന്നതിൽ ഒരു സൗഹൃദമുണ്ട് അല്ലെ. അത് യൂണിയൻ സെക്രട്ടറി ശാഖാ സെക്രട്ടറി വിളിക്കുന്നതല്ല, അതിനപ്പുറം മനസ്സുകൾ തമ്മിലുള്ള ഒരു സൗഹൃദത്തെ കോർത്തിണക്കുന്ന ഒരു കമ്പികളാണ് അല്ലെ. ഇവിടെ എനിക്ക് അങ്ങനെ വളരെ അടുത്ത നല്ല സുഹൃത്തുള്ള സ്ഥലമാണ്. അത് സുഹൃത്ബന്ധത്തിന് കിട്ടുന്ന ഒരു ബലം മറ്റൊന്നിനും കിട്ടില്ല അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കിയ സുഹൃത്ബന്ധത്തിന് കിട്ടുന്ന ഒരു ബലം മറ്റൊരു ഇഴയെടുപ്പം വേറെ ഒന്നിനും കിട്ടില്ല. എന്ത് ബന്ധത്തിനായാലും സുഹൃത്ത് എന്നുള്ളതിന് അപ്പുറം ഒരു ഇഴയെടുപ്പം ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് ഇപ്പൊ കോളേജിൽ പഠിക്കണമെന്ന് എന്നെ അനിയത്തിയാണ്, എന്റെ ചേട്ടന്റെ മകളാണ്. ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്നവരാണ്. ഇവരൊക്കെ കൂടി അല്ലെങ്കിൽ നമ്മളൊക്കെ കൂടി ഒരു റെസ്റ്റോറന്റിലോട്ട് കടന്നു ചെന്നാൽ ആ റെസ്റ്റോറന്റിൽ കടന്നു ചെന്ന് നമ്മൾ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ കൈതട്ടി ഒരു കപ്പ് നിലത്ത് വീണ് എന്ന് വെച്ചോ, നമ്മൾ എന്ത് ചെയ്യും? ഒന്നിങ്ങനെ നോക്കും. അത് ചിലപ്പോൾ ഒന്ന് പഠിച്ചിരിക്കും അല്ലെ, നമ്മളൊന്ന് പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കളിയാക്കും. അതിനപ്പുറത്തോട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ. അങ്ങനെയായിരിക്കും. ഇതേ സമയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈ തട്ടി ഒരു ഗ്ലാസ് നിലത്ത് വീണാലുണ്ടാകുന്ന ആ മനസ്സിന്റെ ആ മുഖഭാവം ആലോചിച്ച് നോക്കി അല്ലെ. അപ്പൊ സൗഹൃദത്തിന് അത് സുഹൃത്തുക്കൾ തമ്മിലാവുമ്പോ ഉള്ള ഒരു വ്യത്യാസമുണ്ട്. അത് വലിയ സന്തോഷമായിരിക്കും. ഒരു ഇഴയെടുപ്പുണ്ട്. അങ്ങനെയുള്ള ഇഴയെടുപ്പും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ നമ്മള് എവിടെ ഏത് രീതിയിലാണെങ്കിലും
ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് 2 പേര് ബൈക്കില് പറവൂർക്ക് പോകാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് 2 സുഹൃത്തുക്കൾ തമ്മിൽ പോകാൻ തീരുമാനിച്ച് ഇവിടെ നിന്ന് ബൈക്കിൽ കയറി ഒരാപ്പഴെത്തുമ്പോഴായിരിക്കും ഒരാൾ പറയണം, അയ്യോടാ എൻ്റെ മൊബൈൽ എടുത്തില്ല എന്ന് പറയും, അല്ലേ? അപ്പൊ പറയും എന്ത് ചെയ്യും? അവരാപ്പഴേക്ക് തിരിച്ച് ആ റൗണ്ടിലിട്ട് തിരിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് പയ്യ മൊബൈൽ എടുത്ത് പോക്കറ്റിലിട്ട് വളരെ സന്തോഷകരമായിട്ട് ആ യാത്ര പിന്നെയും തുടരും, അല്ലേ? പക്ഷേ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ആ അടുത്ത ക്ഷേത്രത്തിന്റെ മുന്നിലെത്തുമ്പോഴായിരിക്കും വൈഫ് പറയണേ, ഞാൻ മൊബൈൽ എടുത്തിട്ടില്ല എന്ന് ചേട്ടൻ സമ്മതിക്കുമോ? കുഴപ്പമുണ്ടായിക്കളെ, അല്ലേ? അപ്പൊ സൗഹൃദത്തിന് വലിയൊരു വിലയുണ്ട്. സൗഹൃദത്തിന് ചില ബന്ധങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന് മാത്രം, ചില കാര്യങ്ങൾ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന സൗഹൃദത്തിന് മാത്രമാണ്. അപ്പൊ അങ്ങനെ സൗഹൃദങ്ങളെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരാഴ്ചയായാലും രവിചേരനായാലും ഇവിടെ ഉള്ളവരൊക്കെ ആയാലും അത് എല്ലാവരുമായിട്ട് സൗഹൃദങ്ങളെ സൂക്ഷിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഗുരുദേവന്റെ ഞാൻ എപ്പോഴും ചെല്ലുമ്പോൾ പറയും, കുടുംബ യൂണിറ്റുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൗഹൃദങ്ങളെ പങ്കുവെക്കാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെ പറയാം, അല്ല പ്രശ്നമല്ല. പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മമാര് വൈകിട്ട്, എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു, എൻ്റെ മുത്തശ്ശിന്റെ അച്ഛൻ്റെ അമ്മ വൈകിട്ട് ഒരു 3 മണിയാകുമ്പോൾ വീടിന് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കും. അവിടെ ഒരു മാവുണ്ട്, മാവിന്റെ വേരൊക്കെ ഇങ്ങനെ പുറത്താണ്. ആ ഒരു മാവിന്റെ വേരുമൊക്കെ കിടന്നിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് നിന്നൊരു കാർത്തികനി കുഞ്ഞുമ്മ വരും. ആ കുഞ്ഞുമ്മ അടുത്ത വരും. കുറച്ച് കഴിയുമ്പോൾ ഈ കൂണ് മുളച്ചുകൂടി ഈ മാവിന്റെ ചുറ്റും ആൾക്കാരാവും. കുറച്ച് കല്ലൊക്കെ ഇട്ട് കുറേ പേരുണ്ട്. പിന്നെ ചർച്ചകളാണ് വൈകിട്ട് ഒരു 5 മണി വരെ 5:30 വരെയൊക്കെ. അത് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് വരെ ചർച്ചയും. വൈകുന്നേരം അച്ഛൻ വരുമ്പോൾ 2 വഴക്കം പറയും, എന്തിനാണ് അപ്പുറത്തെ കാര്യം ഇപ്പുറത്തെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? പക്ഷേ ഞാനിന്ന് മനസ്സിലാക്കുന്നു, മുത്തശ്ശി ചെയ്തിരുന്നതാണ് ശരി എന്ന് ഞാനിന്ന് മനസ്സിലാക്കുന്നു. അച്ഛൻ പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം എന്തായിരുന്നു? അവരുടെ സൗഹൃദങ്ങളെ പങ്കുവെക്കുമായിരുന്നു, അല്ലെ? അവരവിടെ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്തിരുന്ന അവരുടെ സൗഹൃദങ്ങളെ പങ്കുവെക്കുകയായിരുന്നു. അവരുടെ സങ്കടങ്ങളെ പങ്കുവെക്കുകയായിരുന്നു, അല്ലെ? സങ്കടങ്ങളെ പങ്കുവെക്കുകയായിരുന്നു. അവരുടെ സന്തോഷങ്ങളെ പങ്കുവെക്കുകയായിരുന്നു, അല്ലെ? അങ്ങനെയായിരുന്നു. ഇന്നതെന്താ? ഇന്ന് എല്ലാവരോടും ചോദിച്ചാൽ എന്താ പറയാ? എനിക്ക് സ്ട്രെസ്സാണെന്ന് പറയും. എന്താണ് സ്ട്രെസ്? ഞാൻ ഈ 2018 ശേഷം വാക്കിയേക്കണം, പ്രളയം വന്നതിന് ശേഷമാണ് കേൾക്കുന്നത്. പിരിമുറുക്കം എന്നാണ് അതിന്റെ വാക്ക്. അതിന്റെ എന്താണ് കാരണം? ആ പിരിമുറുക്കം ഉണ്ടാവുന്നത് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കേൾക്കാൻ എന്താണ്? ഭാര്യയ്ക്ക് തിരക്കുണ്ട്, ഭർത്താവിന് തിരക്കുണ്ട്, അച്ഛന് തിരക്കുണ്ട്, അമ്മയ്ക്ക് തിരക്കുണ്ട്, മക്കൾക്ക് തിരക്കുണ്ട്, അല്ലെ? അപ്പൊ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഈ സ്ട്രെസ്സിന് കാരണം. അല്ലെങ്കിൽ നമുക്ക് ഇറക്കുന്ന റീൽസ് ഒക്കെ കാണുന്ന സമയമൊക്കെ മാറ്റിവെക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്തിക്കണം. നമ്മുടെ സൗഹൃദങ്ങളെ പങ്കുവെക്കാൻ കഴിയണം. നമ്മുടെ ബന്ധങ്ങളെ കുട്ടിയിണക്കി കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ജഗതീശ്വരനായ ശ്രീനാരായണ ഗുരുദേവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഗുരുദേവന്റെ ദർശനത്തിലൊന്നിയ ജീവിതം നയിക്കാനും ആ ഗുരുദേവന്റെ ആ ഈശ്വരീയതയെ മുറുകെ പിടിച്ചുകൊണ്ട് അത് അടുത്ത തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കാനും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ കിടക്കാതെ ഇവിടെ വരാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പ്രതിഷ്ഠാവാർഷിക ദിനം അതിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.